നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പിതൃത്വത്തെ കളിയാക്കിയും അമ്മയെ അപമാനിച്ചും ജാൻമണി ദാസ് ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡൽഹിയിലെ ആ സമരത്തിനിടയിൽ ജാൻമണി ദാസ് അവിടെ പോയിരുന്നു. അത് നല്ല കാര്യം, എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. ജാൻമണി ദാസിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു സമരത്തിൽ പങ്കെടുത്തതിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഡൽഹിയിൽ പോയതിന് ശേഷമാണ് ഈ ഒരു കാര്യം ജാൻമണി ദാസ് പറയുന്നത്. അതിൽ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്നും പറയും. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇഷ്ടപ്പെടാത്ത കാര്യമായതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വാക്ക് പറയുന്നത്. ഇപ്പോൾ ജാൻമണി ദാസിൻ്റെ വാക്കുകൾ കേൾക്കാം, എന്താണ് അവിടെ പറഞ്ഞതെന്ന്. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. വളരെ മോശം വാക്കുകളാണ്. ഫസ്റ്റ് അവനെന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ എടുത്തു പറയണതാണ് അവനെന്നുള്ള ഉച്ചാരണയോടുകൂടി. എത്ര ബഹുമാനമാണ് നിനക്കുള്ളത് ജാൻമണി. വെറുമില്ല അങ്ങ് കളിയാക്കിക്കൊണ്ടാണ് ജാൻമണിയുടെ പറച്ചില്. ഞാൻ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാഷ് ചെയ്യുന്ന വെള്ളം കുടിക്കണം. ഈ നാട്ടകം കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കലവന്റെ ഫ്രണ്ട്? നിനക്ക് വിവരമുണ്ടല്ലോ ജാൻമണി, നിനക്ക് നല്ല വിവരമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനത്തെ ഒരു വാക്ക് ഇവിടെ പറയണത്. നിനക്ക് തോന്നുന്നുണ്ടോ നീ പറയുന്ന വാക്കുകൾ ശരിയാണെന്ന്? ആദ്യം ജാൻമണിയുടെ കുടുംബത്തിലെ കാര്യം ശ്രദ്ധിക്കുക. ജാൻമണിയുടെ അച്ഛൻ എങ്ങനെ ആയിരുന്നെന്നോ അമ്മ എങ്ങനെ ആയിരുന്നെന്നോ എന്നൊക്കെയുള്ള കാര്യം ജാൻമണി നോക്ക് ആദ്യം. പിന്നെ ബാക്കിയുള്ളവരെ കാര്യം നോക്ക്. ബാക്കിയുള്ളവരെ കാര്യം പോട്ടെ, ഇത് ആരെ പറ്റിയാണ് ഈ പറയണത്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സു. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. നീ കണ്ട, നീ ഇപ്പം പറഞ്ഞ ആ സാധനം നീ കണ്ട ജാൻമണി? അതങ്ങനെ വെക്കണത് നീ കണ്ട? കൈയൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നീ കണ്ട അതങ്ങനെ വെക്കണത്? ഇത് വെറും മോശമാണ് കേട്ടോ. ഇതൊന്നും കണ്ടോണ്ട് ജനങ്ങൾ ഇരിക്കരുത്. ഇയാളെ പേരിൽ, ഇയാളല്ലല്ലോ, ജാൻമണിയുടെ പേരിൽ കേസ് എടുക്കണം. ജാൻമണി എന്നല്ല, 2-3 പേര് ഇതിനോട് എതിർപ്പായിട്ട് ഒരേ വാക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പറഞ്ഞായിരുന്നു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട്. ജാൻമണി ഇതെല്ലാം പറഞ്ഞിട്ട് വന്നിരുന്നും കൊണ്ട് മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പെട്ടെന്നങ്ങ് വൈറലായി. ജാൻമണി പറഞ്ഞ വാക്ക് വൈറലായി. അതുപോലെ മറ്റുള്ളവരും ഇതുപോലെ പറഞ്ഞ വാക്കുകളും വൈറലായി അങ്ങ് പോയി, കത്തിക്കേറി. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളത് ഓർമ്മ വേണം. സോഷ്യൽ മീഡിയയിൽ മീഡിയക്കാർ മുന്നിൽ വന്നപ്പോൾ ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയല്ലേ, ആവേശത്തിൻ്റെ പുറത്ത്. അവിടെ അവർ വിജയിച്ചു, ശരിയാണ്. ആ സമരത്തിൽ അവർ വിജയിച്ചു. അതിൻ്റെ പേരിൽ ആവേശം കൊണ്ടങ്ങ് പറഞ്ഞതാണ്. ആവേശം മൂത്തുപോയി ജാൻമണിക്ക്. ജാൻമണി എവിടെയാണ് നിൽക്കുന്നത്? ജാൻമണിയുടെ അവസ്ഥ എന്താണ് എന്ന് ജാൻമണി ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കണം. ചിന്തിച്ചിട്ട് പിന്നെ പറയണം. അതല്ലേ അതിൻ്റെ ശരി. കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. നിനക്ക് ഏത് പാർട്ടിയോടാണ് ഇഷ്ടം അങ്ങനെ ആയിക്കോട്ടെ. കുടുംബത്ത് കയറി കളിച്ചിട്ടാണോ പറയണ? അച്ഛനെയും അമ്മയെയും ചേർത്ത് വെച്ചും കൊണ്ടാണ് ജാൻമണി അപമാനിച്ചത്, ആക്ഷേപിച്ചത് ആ മനുഷ്യനെ. ഈ കലഹം ഉണ്ടാക്കണത് ആരാണ്? ഇപ്പം തന്നെ ഈ കലഹം ഉണ്ടാക്കിയത് ആരാണ്? അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്ന? പിന്നെ ഇതിന് ശേഷം ജാൻമണി ദാസ് വന്നിട്ട് മാപ്പ് പറയുന്നുണ്ട്. മാപ്പ്. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയുടെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ്
വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജാൻബ എങ്ങനെയാണ് ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര പ്രശ്നം തന്നെയാണ് ജാൻമണി ഈ പറഞ്ഞ വാക്കുകൾ ഭയങ്കര പ്രശ്നമായ കാര്യങ്ങൾ തന്നെയാണ്. ജാൻമണിക്കെതിരെ നിയമ നടപടിയായിട്ട് പോവുക തന്നെ വേണം. ഇത് ചാനലുകളിൽ വാർത്താ ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. മോദിജിയുടെ പിതാവിനെയും മാതാവിനെയും വെച്ചാണ് കളിയാക്കിയ ആളിൻ്റെ മോദിജിയുടെ പിതൃത്വത്തെ കളിയാക്കി. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. പിന്നെ എന്തെല്ലാണ് പറഞ്ഞത്, വായിരകത്ത് എന്തോ വെച്ചിട്ട് ഹലോ ഫ്രണ്ട്സ് എന്ന് പറയും. നിനക്കൊക്കെ നാണയില്ലേ വന്നിരുന്നും കൊണ്ട് ഇതേ കണക്ക്. ഇന്ന് മീഡിയ കാണുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അവരിങ്ങനെ മീഡിയയിൽ ഇത്തിരി നിങ്ങളെയൊക്കെ ഫോട്ടോ ഇങ്ങനെ പകർത്താനായിട്ട് മീഡിയയിൽ പകർത്താൻ വരുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ വായി തോന്നണ എന്തോ അങ്ങ് വിളിച്ച് പറയാം അല്ലേ. ആരെക്കുറിച്ചാണ് പറയണതെന്നും കൂടെ ശ്രദ്ധിച്ചോളണം. അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം അങ്ങനെ പറഞ്ഞതിന് ശേഷം മീഡിയക്കാരടുത്ത് എല്ലാവരുടെ അടുത്തും വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞ് ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ തന്നെ ഇവിടെ വൈറലായി, ജനങ്ങളിൽ മൊത്തം എത്തി. സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല ഞാൻ ബേസിക്കലി നമ്മളുടെ PMക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how come one person can become 3 years pregnant. That's what one question I was asking, not to the Modi ji. That was I'm asking that about this content. And that one's become like very much viral and people are very much angry and ജാൻമണി ദാസിന് പണം കാണുമായിരിക്കും, അതിൻ്റെ അഹങ്കാരമായിരിക്കും ഈ പറയണത്. ചായക്കച്ചവടം നടത്തട്ടെ, ചായക്കച്ചവടം നടത്തിയെങ്കിൽ ഇന്ന് ഈ ലെവലിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായ. I want to hurt anybody because I really don't want to hurt anyone. And എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ. കാരണം എനിക്ക് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം, ജനങ്ങളിൽ മൊത്തം എത്തി. ആളിനെ അപമാനിച്ചതിന് തുല്യമായില്ലേ. ഇനി സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം, സോറി എന്ന്. ഒരു ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങളെ ക്ഷമിക്കണം. കാരണം ഇതിന്റെ മേലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ലേ. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. സോ അതിന് കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയി എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന ആ കോണ്ടന്റ് മൊത്തത്തിൽ ഡിലീറ്റ് ആക്കി. പറന്ന് നടക്കുകയാണ് ആ കോണ്ടന്റ്, പറന്ന് നടക്കണ്, ജനങ്ങളിൽ മൊത്തം എത്തി. എന്നിട്ട് പറയണ അത് ഡിലീറ്റ് ആക്കിയെന്ന്. മൊത്തത്തിൽ എല്ലാത്തിനും കുഴപ്പമായിരുന്നു. വേറൊരു സ്ത്രീ വന്നിരുന്നും കൊണ്ട് ഇതുപോലെ തന്നെ മോദിജിയോ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു. എന്നിട്ട് വന്നിരുന്നോണ്ട് ആ സ്ത്രീ മാപ്പ് പറഞ്ഞു. എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എന്റേതാ. നീ വൈറലാവാൻ വേണ്ടിയിട്ടല്ലേ നീ ആ വാക്ക് പറഞ്ഞത്? നിനക്ക് വൈറലാവണം, അതിന് വേണ്ടിയിട്ടല്ലേ. ഇവള് പിന്നെ എന്തോന്ന് സിനിമാ തിയേറ്ററിൽ ഇരുന്നു കൊണ്ട് ഇവക്ക് എന്തോ ഒരു ആകാംക്ഷയോടുകൂടി അത്രയ്ക്ക് സന്തോഷിച്ചിരുന്നു കൊണ്ടാണ് ഇവള് മോദിജിയെ പറ്റി ആ ഒരു വാക്ക് പറഞ്ഞതെന്ന്. എൻ്റെ ഫോട്ടോയാണ്, ഞാൻ സിനിമയ്ക്ക് പോയപ്പോൾ റിവ്യൂ കൊടുത്തതാണ്. അത് പക്ഷെ ആ ആവേശത്തിന്റെ പുറത്ത് എന്റെ പൊട്ട ബുദ്ധിയിൽ ഞാൻ അറിയാം. എടി, സിനിമയ്ക്ക് പോകുമ്പോ ഇങ്ങനെയുള്ള റിവ്യൂ ആണോ കൊടുക്കാനുള്ളത്? സിനിമയ്ക്ക് പോയപ്പോ റിവ്യൂ കൊടുത്തതാണ്, മോദിജിയെ പറ്റി പറഞ്ഞത്. അയാൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് അറിയാതത് പറഞ്ഞു പോയി. ആ ചാനലുകാർ റിവ്യൂ എടുക്കുന്നവർ നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ചാനലുകാരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും ആ ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. അതൊരിക്കലും മോദിജിയെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും രാജ്യത്തിന് ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. എനിക്കത് അറിയത്തില്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാവുള്ള ഞാൻ എന്താ ചെയ്തത്. നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ തന്നെയാണ് രാജ്യത്തിന് ഇങ്ങനത്തുള്ള കലഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞും മീഡിയക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുത്തും തന്നെയാണ് രാജ്യത്ത് കലഹങ്ങൾ ഉണ്ടാവുന്നത്. എന്തോ പറഞ്ഞതെന്നോ ഞാൻ ആത്മാർത്ഥമായിട്ട് മോദി സർക്കാരിനോടും എല്ലാവരോടും
BJP-ക്കാരോടും അല്ല. എനിക്ക് പാർട്ടി വൈസ് ഒന്നും എനിക്ക് അറിയത്തില്ല. ഞാനൊരു പാർട്ടിയിലും അല്ല. അയ്യോ, എനിക്ക് പാർട്ടി വൈസ് ഒന്നും അറിയത്തില്ല. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടത്തരം പറ്റിപ്പോയതാണ്. ഇത് പൊട്ടത്തരം അല്ല, നല്ല ചെപ്പോക്കി തരാത്തോണ്ടാണ് നിനക്ക് ഇതല്ല. ഇത് നിനക്ക് പൊട്ടത്തരമല്ല പറ്റിയത്. എന്നോട് ക്ഷമിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എനിക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാവുകയാണ്. എനിക്ക് ആരോട് സംസാരിക്കാൻ തോന്നുന്നില്ല. എനിക്ക് ആരോട് സംസാരിക്കേണ്ടതെന്നോ പറയേണ്ടതെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ റൂമിൽ അടച്ചിരിക്കുക. ഞാനിപ്പോൾ 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട്. അയ്യോ, നിന്നെ കണ്ടാ പറയൂലടി ഫുഡ് കഴിച്ചിട്ട് നീ 2 ദിവസമായെന്ന്. ഫുഡ് കഴിക്കാതിരിക്കണതിൻ്റെ ക്ഷീണമൊന്നും ഇല്ലല്ലോ നിന്നെ കണ്ട. 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട് റൂമിനകത്ത് അടച്ച് ഞാൻ പേടിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഇത് എത്തിക്കേണ്ടവരിൽ എത്തിക്കാം. അത് വൈറലാക്കിയതുപോലെ തന്നെ ഇതും പറയുക. കാരണം അത് വൈറലാക്കിയതുപോലെ ഈ പറയണതും വൈറലാക്കണം. അപ്പം വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതല്ലേ. നിനക്ക് വൈറലാവണമായിരുന്നു. വേറൊരുത്തൻ വന്നിട്ട് അവനും ഇത് കണക്ക് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല. ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഒരിക്കലും അല്ല. ഞാൻ സത്യമായിട്ടും പറയുക, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. അവന്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പൊട്ട ബുദ്ധിക്ക് ഞാൻ പറഞ്ഞു പോയതാണ്. ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ആ പൊട്ടബുദ്ധിക്ക് പറഞ്ഞ വാക്കുകൾ നല്ല ചിരിച്ച് സന്തോഷിച്ച് അർമാദിച്ചാണല്ല പറഞ്ഞത്. വൈറലാവാൻ വേണ്ടിയിട്ട്. അപ്പം ഇതും കൂടെ നിങ്ങൾ വൈറലാക്കണേ എന്നാണ് സേച്ചി പറഞ്ഞത്. സേച്ചി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നും കൂടെ സേച്ചി ഒന്ന് ഓർമ്മിക്കണം. ന്യൂസ് ചാനലുകളിലൊക്കെ പ്രതികരിച്ച് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മോദിജിയെ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വെറും മോശമായ രീതിക്കാണ് ഈ സംസാരിച്ചത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഏത് പാർട്ടി ആവട്ടെ, നിങ്ങൾ ഏത് പാർട്ടി ആയിക്കൊണ്ട് പോട്ടെ, എന്നാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഒരു മനുഷ്യന്മാരെയും പറയാൻ പാടില്ല. അത് എവിടെ ഇരിക്കണ എങ്ങനെ ഇരിക്കണ ആളിനെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ഓർമ്മിക്കണം. പ്രധാനമന്ത്രി അവഹേളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതൃത്വം ചോദ്യം ചെയ്യുന്ന തരത്തിൽ ദിവംഗതയായ അദ്ദേഹത്തിന്റെ മാതാവിനെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളുമായിട്ടാണ് ഒരു വീഡിയോ ജാൻമണി എന്ന് പറയുന്ന വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്നലെ പങ്കുവച്ചിട്ടുള്ളത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള നാട് തന്നെയാണ് നമ്മുടേത്. പക്ഷെ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന തരത്തിൽ ആർക്കെതിരെയും എന്ത് വിളിച്ചു പറയാവുന്ന ഒരു ഫ്രീഡം അല്ല നമുക്കുള്ളത്, ആ റൈറ്റ് അല്ല നമുക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പരാമർശങ്ങൾ വരുന്ന സമയത്ത് അതിന് സമൂഹത്തിൽ ചോദ്യം ചെയ്യേണ്ടത് മഹിളാ മോർച്ചയുടെ ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെ ധാർമ്മികതയാണ്. അതുകൊണ്ടാണ് ഇന്ന് പോലീസ് കമ്മീഷണർ മുമ്പാകെ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ മോർച്ചയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഒപ്പം ഇതിനെ തുടർന്നുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളിലെയും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നാളെ രാവിലെ 10 മണിക്ക് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെത്തി പരാതികൾ നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിന് തക്കതായ നടപടി എടുക്കണം. 3 പേരാണ് ആ രംഗത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ 3 പേരെ പേരിലും നടപടികൾ എടുക്കേണ്ടതാണ്. മോദിജിയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ആ സ്ത്രീയുണ്ട്. ആ സ്ത്രീയും റൂമടച്ച് വീട്ടിനകത്തിരിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അതിനുശേഷം വന്ന് മാപ്പ് പറയുന്നുണ്ട്, കരയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, മെഴുകുന്നുണ്ട്. എനിക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയതാണ്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആ സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട്. ജാൻമണി ദാസും രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കള്ള അടവാണ്, നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്ത് വായി തോന്നിയതും വിളിച്ച് പറയാമെന്ന് വിചാരിക്കുക. ആദ്യം ജാൻമണി ദാസിൻ്റെ കാര്യം ഓർമ്മിക്കണം.